തുറന്നിട്ടു. ഇവരൊക്കെ അള്ളാഹിൻ്റെ വലിയ ആളുകളാണ്. അള്ളാഹ്ക്ക് ഇവിടെ കഴിയാത്തൊരു കാര്യം ഇല്ല. അള്ളാഹിൻ്റെ അടിമകളെ നിസ്സാരപ്പെടുത്തണ്ട. ഓർക്ക് കഴിയാത്ത ഒന്നുമില്ല, ഓർക്കൊന്നും കഴിയാത്തില്ല. ഒരു ഇവിടെ തന്നെ അറഫ ദിവസത്തിൽ ഇവിടെ ചായ കുടിച്ചിട്ട് അറഫിൽ വെക്കും. എന്തേ അങ്ങനത്തെ ഒരാൾക്ക് കഴിയൂല്ലേ? കഴിയൂല, നിങ്ങൾ സുന്നിയാവൂല. ഇപ്പോഴത്തെ മൂല്യന്മാരൊക്കെ അംഗീകരിക്കൂല. അങ്ങ് പിരാന്ത്. പഴയ കാലത്തെ മനുഷ്യന്മാർ പറഞ്ഞ നോണിയും പറഞ്ഞു നടക്കും. അതെന്താ എനിക്ക് ഈമാനില്ലാത്തതുകൊണ്ടാ. അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ സുബൈ സ്കെച്ച് മഗ്‌രിബ് സ്കെച്ച് എന്തിനാ 10 വട്ടം ചൊല്ലി? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു. ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലേ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. ആ ദുആ റസൂലുള്ളാഹി കഴിവല്ലല്ലോ പറഞ്ഞു. ആരെ കഴിവ് പറഞ്ഞു? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. ആകാശത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ആരെ കഴിവത്? അല്ലാഹ്. അതന്നെ ദുൽഖർനൈൻ്റെ കഴിവ്, അതന്നെയാണ് ഖദറിൻ്റെ കഴിവ്, അതന്നെ മൂസാ നബിൻ്റെ കഴിവും, അതന്നെ ഈസാ നബി മരിച്ചു ജയിപ്പിച്ചതും, അതന്നെ മൊയ്തീൻ ഷെയ്ഖിൻ്റെ കഴിവും, അതന്നെയാണ് ഖാജ ബാപ്പ ലക്ഷക്കണക്കായ ആളുകൾ ഭക്ഷണം കൊടുത്ത ആ കഴിവും, അതന്നെയാണ് ബഹുമാനപ്പെട്ട ഖുത്ബ് സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ ഇന്നും ചികിത്സിക്കുന്ന കഴിവും ഇന്നും ചികിത്സിക്കുന്നുണ്ട്. എന്തല്ലേ ഇന്ന് ഈ കൊല്ലം ചികിത്സിച്ച ആളിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിശ്വസിക്കണ്ട. ദാവൂദുൽ ഹക്കീം ഓപ്പറേഷൻ ചെയ്ത പല ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. ഹക്കീം പാപ്പ ഒന്നും പിന്നെ വന്ന് ഓപ്പറേഷൻ ചെയ്തു. ദാവൂദുൽ ഹക്കീം എവിടെ കിടക്കണേ? മുത്തുപ്പേട്ട മോനെ ദാവൂദുൽ ഹക്കീമില്ലേ എവിടെ കിടക്കുന്ന? മുത്തുപ്പേട്ടയിലെ ദാവൂദുൽ ഹക്കീം ഓപ്പറേഷൻ ചെയ്ത ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചോളി. അടയാളം ഉണ്ടായിരുന്നു, തുന്നിക്കെട്ടിയ അടയാളം. നേരം വെളുക്കുമ്പോൾ അടയാളം എന്ത് ചെയ്തു? ഉണങ്ങിയിട്ടുണ്ട്. അടയാളം ഉണ്ട്, ഉണങ്ങിയിട്ടുണ്ട്. ഓപ്പറേഷൻ ഇന്നലെ അന്തിക്ക് നടന്നു. നേരം വെളുപ്പത്തിന് ഒരു ആ ഡയമെൻഷനിലുള്ള ഇത് ചിലപ്പോൾ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴത്തേനും ഇവിടെ എന്ത് മാത്രമായി? ഇന്നലെ അന്തിക്ക് ഓപ്പറേഷൻ ചെയ്ത് നേരം വെളുക്കുമ്പോൾ കല മാത്രം ബാക്കിയാണെങ്കിൽ കുറച്ച് കാലില്ലേ പറയാൻ മനുഷ്യ. അപ്പോൾ എത്രയോ കൊല്ലം അതിൻ്റെ ഇടയ്ക്ക് അവിടെ എന്തായി? അത് വേറെ ഡയമെൻഷനാണ്. കഴിഞ്ഞു. ഓപ്പറേഷൻ ചെയ്ത ആളോ 2000 കൊല്ലം മുമ്പ് മരിച്ച ആൾ. ഈ റസൂലുള്ളാഹിന്റെ ഉമ്മത്തും അല്ല, മൂസാ നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ആളാണ്. ആര്? എന്നാ ചരിത്രം. മുത്തുപ്പേട്ട് കിടക്കുന്ന ദാവൂദുൽ ഹക്കീം ആരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്? സയ്യിദുനാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൗമിൽപ്പെട്ട ആളാണ്. റസൂലുള്ളാഹിന് മുമ്പുള്ള ആളാണ്. ആര്? പറയ കുട്ടി, ആര്? ദാവൂദുൽ ഹക്കീം തങ്ങൾ. അവർ ഓപ്പറേഷൻ ചെയ്ത് എത്ര ആളുണ്ട്? നമ്മൾ എത്ര ആളുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ അല്ലാഹ്. അവിടെ കഴിവാരുതാ? കഴിവല്ലാ. ദീനാണ്, ദീനം വേണ്ട. ദീനല്ല. പിന്നെ സിഎം പറഞ്ഞു കഴിവാരുതാ? അവിടെ അള്ളാഹിൻ്റെ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു. അല്ല ഔലിയാൻ്റെ വിശ്വാസമല്ല. ഔലിയാക്കും ഒരു ചുക്കൂല. ഒക്കാരുതാ ഒരു പുൽക്കൂടിൻ്റെ തുമ്പൊരു വലിയ സൃഷ്ടിക്കൂല, മുത്തനബി സൃഷ്ടിക്കൂല. എന്നാൽ അതിനേക്കാളും വലിയൊരു സൃഷ്ടിയില്ല. പക്ഷേ ഈ സൃഷ്ടിയുടെ കഴിവൊക്കാരുടേതാ? അങ്ങനെ പഠിക്കണം. അതാണ് സുന്നി. അതിനാണ് സുന്നി അറിയാം. അതാണ് യഥാർത്ഥത്തെ പോയിട്ട്. സുന്നിൻ്റെ കഴിവൊക്കെ ആരെ ഏൽപ്പിക്കും? അള്ളാഹിനെ ഏൽപ്പിക്കും. വഹാബിക്ക് 2 കഴിവാണ്. അള്ളാഹ് കഴിവ് വേറെ, സച്ചിൻ്റെ കഴിവ് വേറെ. അത് UDF. ലീഗോട്ട് ഒറ്റക്കുമല്ല. മനസ്സിലായില്ല? കോൺഗ്രസ് ഒറ്റക്കല്ല, ലീഗ് ഒറ്റക്കല്ല. ഒരു തമ്മിൽ ഉഭയകക്ഷി ചർച്ച നടക്കും. പിന്നെ എത്ര സീറ്റ് കൊണ്ട്? 25. അത് നടക്കൂല, അത് തരൂല. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉഭയകക്ഷി ചർച്ച നടക്കുന്നുണ്ട്. ഒരു സീറ്റ് ഇട്ട് അങ്ങനെ മന്ത്രിയായി. അപ്പോൾ 2 കൂട്ടരും അഭിമാനം പറയും, നമ്മളുണ്ടായതുകൊണ്ട് ജയിച്ച്. കോൺഗ്രസ് ഇങ്ങോട്ടും പറയും എന്ത് പറയേ? കോൺഗ്രസ് എന്താണ് അങ്ങോട്ട് പറയും ഇതന്നെയാണ് വഹാബി. നമ്മളെ കഴിവിൻ്റെ പരിധിയിൽ അപ്പുറത്തൊക്കെ എന്നോട് സഹായം ചോദിക്കും. ഇയാക്കൻ അബ്ദു ഇയാക്കൻ. നമ്മളെ കഴിവ് തന്നെ. അവനെ അങ്ങോട്ട് വിട്ടുതരില്ല. നമ്മളെ കഴിവ്. അതിൻ്റെ അപ്പുറത്തുള്ളതൊക്കെ ഞാൻ നിന്നോട്. സുന്നി അങ്ങനല്ല. സുന്നിക്ക് കഴിവന്നല്ല, കഴിവൊക്കാരുതാ? അല്ലാ. അതെന്ത് ചെയ്താലും നീ ദജ്ജാൽ ഇവിടെ വരും, പല അത്ഭുതം കാണിക്കും. ആരെ കഴിവ് അത്? ആരെ പറഞ്ഞത്? ആരെ കഴിവ്? അല്ലാ. പിന്നെ ആരെ കഴിവ? എന്ത് കഴിവാ ദജ്ജാലിന്? ഇതൊരു പരീക്ഷണമായി ഈ കഴിവ് മുഴുവനും ആർക്ക് കൊടുക്കും? അപ്പം ഈ തമ്മാടികൾ എന്തു പറയും? പഠിച്ചവനാണ്. മുഅ്മിനെ പറയേണ്ടിയില്ല, മുഅ്മിനെ അറിയാം. ഇവിടെ ഇബ്ലീസ് കാട്ടിയാൽ കഴിവാരുതാ? അള്ളാന്റെ ആണ്. അങ്ങനത്തെ വിശ്വസിച്ചു. എന്ത് ദുൽഖർനൈൻ്റെ പ്രശ്നമുള്ളത്? എന്തൊക്കെ ഡൈമെൻഷൻ, എന്തൊക്കെ പോയി.
ഈ ലോകാകെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിഷമമില്ല. എന്തുകൊണ്ട്? അള്ളാഹിൻ്റെ വലിയാണ്, വലിയ നടക്കാത്തൊരു കാര്യം ഇല്ല. അർശിൻ്റെ അപ്പുറത്ത് പോയിട്ടില്ല, സിറത്തുൽ മുൻതഹയിൽ പോയിട്ട് ഇന്നാലിനാവില്ല പാപ്പ അള്ളാഹിനോട് മുനാജാത്ത് ചെയ്തു പറഞ്ഞാൽ അപ്പം പറയും അത് ഉണ്ടാവില്ല. കാരണം അത് കാമിലായ ആൾക്കേ നടക്കുള്ളൂ. അതാരാണ്? റഹ്മത്തുല്ലാഹി മാത്രം. ബാക്കി നിങ്ങൾ എന്താണ് ഞാൻ സ്വീകരിക്കും. ഞാൻ വലിയ ആകാശത്ത് ഒന്നാം ആകാശത്ത് പോയി വന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വിരോധമില്ല. അവിടെ ഒരാൾ കുത്തിരിക്കണില്ല 22 കൊല്ലം 2000 കൊല്ലമായിട്ട്. മനസ്സിലായില്ല? ആൾക്ക് വേണ്ട കാര്യക്കാര് കൊടുക്കുന്നുണ്ട്. മുസ്ലിമീങ്ങളെ ഒരു വിഭാഗത്തിന് വിശ്വാസമാണല്ലോ ഈസാ നബി ഇന്ന് മരിച്ചിട്ടില്ല. പറയാൻ മോനെ ആണോ അല്ലേ? ആ അവിടെ എല്ലാ ഭക്ഷണവും വെള്ളമൊക്കെ കിട്ടി കുത്തിരിക്കണില്ല ഒരാൾ. ഇന്ന് മന്തി, മറ്റേ നാളെ ചോറ്, നാളെ വരുമ്പം നെയ്യപ്പം കൊണ്ടുവരും കേട്ടോ. അപ്പം മലക്കൾ നെയ്യപ്പം 10-12 കൊല്ലായിട്ട് ഒരാളവിടെ കുതിർക്കും, അട്ടത്തിൽ കയറി കുതിർക്കും. ആര്? ഒരാൾ അട്ടത്ത് കയറിയിരിക്കുകയാണ്. ആര്? ഈസാ നബി. നമുക്കണ്ട ഇത് 4ാം കാറ്റഗറിയിലെ ആളുവാ, 1ാം കാറ്റഗറിയല്ല. ഈസാ നബി 4ാം കാറ്റഗറിയാണ്. അപ്പോൾ 1ാം കാറ്റഗറിനെ കഴിവെന്തായിരിക്കും? അപ്പോൾ ആ ഉമ്മത്തിൻ്റെ കഴിവെന്തായിരിക്കും? അങ്ങനെ കഴിവ് എന്ന് പറഞ്ഞാൽ ആരുമ്മ കിട്ടി ആ കഴിവുണ്ടാവും. 9 മണിക്കൂർ കൊണ്ട് മംഗലാപുരത്ത് എത്ര വണ്ടിയുണ്ട്, 1.5 മണിക്കൂർ കൊണ്ട് മംഗലാപുരത്ത് എത്ര വണ്ടിയുണ്ട്. ഈ 2 വണ്ടിൻ്റെയും ബോഗിക്ക് 2 തൗഫീഖ. അങ്ങനെയല്ലേ പാസഞ്ചർ, ലോക്കൽ പാസഞ്ചർ അതങ്ങനെ ചടപുടാർന്നു പോകും. അങ്ങനെ പോയി കോഴിക്കോട് നിർത്താൻ തന്നെ വെള്ളയിലൊന്ന് നിർത്തും, പിന്നെ വെസ്റ്റിയിൽ നിർത്തും, പിന്നെ അങ്ങനെ കൊയിലാണ്ടി എത്തുമ്പോൾ വൈകുന്നേരം. അപ്പം ആ എഞ്ചിൻ്റെ ബോഗിക്ക് ആ തൗഫീഖ് ഉള്ളത് 4ാം കാറ്റഗറി വണ്ടിയാണത്. അതേ സമയത്ത് വന്ദേ ഭാരത് 1.5 മണിക്കൂർ കൊണ്ട് എവിടെ എത്തി? അങ്ങനെ അതിൻ്റെ ആ എഞ്ചിൻ്റെ കഴിവ് അതാണ്. ഈ ജടാ വന്ദേ ഭാരതമ്മ കൂട്ടിക്കെട്ടിയാളാ. അപ്പം എൻ്റെ കഴിവ് എത്രയായിരിക്കും? എന്നെ കാണുമ്പോൾ ഈസാ നബിക്ക് വരെ അത്ഭുതം തോന്നും. ഞാനതായെങ്കിൽ ആണോ അല്ലേ? ഉമ്മത്ത് മുഹമ്മദിൻ്റെ ബോഗിയാരാ? ഇജ് ബോഗിയല്ലേ? മുത്തുനബിൻ്റെ എഞ്ചിന്. അപ്പം എൻ്റെ കഴിവ് എത്ര? എനിക്ക് ഈസാ നബിൻ്റെ കഴിവല്ല, എനിക്ക് മരിച്ചവർ ജീവിപ്പിക്കുന്ന ഈസാ നബിക്ക് വലിയ കാര്യമാണ്. നമുക്കതൊരു വിഷയം തന്നെ. ഈസാ നബിക്ക് വലിയ കാര്യമാണ് എന്ത് ജീവിപ്പിക്കുന്നത്. അത് ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ട മോമിൻ എന്നത്തേക്ക് മരിച്ചവർ ജീവിപ്പിക്കണം. അതൊക്കെ പണ്ടത്തെ വർത്താനം ഉണ്ടാകുന്നതാണ് പറയുന്നത്. മരിച്ചവരെ ജീവിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു അള്ളാഹിൻ്റെ യഥാർത്ഥ വലിയനോട് മരിച്ചു ജീവിപ്പിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ഓനെക്കൊണ്ട് കൊടുക്കും. അതിനൊന്നും ആവില്ല എന്ന് മുണ്ടാവും തരുന്ന അങ്ങനെ പറയാം. കാരണം ഇവർക്കത് എന്തല്ല, സിമ്പിൾ കാര്യമാണ്. ഈസാ നബിക്ക് വൗബരിഹുല്ലാക്കമാവല്ല പറസ. ഞാൻ കാരണം നമ്മളെ എഞ്ചിൻ ഏതാ? എഞ്ചിൻ ഫാസ്റ്റ് പാസഞ്ചർ പറയാൻ കഴിയും. നമ്മളെ എഞ്ചിൻ ഏതാ? നമ്മളെ എവിടുക്ക കൊളത്തിയത്? അതാ ചങ്ങായിൻ്റെ അർത്ഥം. നമ്മളെ എവിടുക്ക കൊളത്തിയത്? മുത്ത് മുഹമ്മദ് മുസ്തഫ. ഈ ദുൽഖർണിന്റെ അപ്പുറത്തെ വലിയ ഇവിടെ വരാൻ പോകുന്നുണ്ട്. അതാണ് മഹദി മിനുമ്മത്തി മുഹമ്മദ്. ഇനി ഇവിടെ ഈസ വരും. പണ്ടത്തെ ഈസ അല്ല. ഈസനെ കണ്ട ചാവും ഓരോരുത്തരും. ഇതേ ഈസനെ പെര വളഞ്ഞു നടന്നു. എൻ്റെ അപ്പോ വേറെയാണ്, ഇനിയിപ്പോൾ വേറെയാണ്. ഉമ്മത്ത് മുഹമ്മദായിട്ട് വരുന്ന ആര്? ഈസാ നബി. വാസന കിട്ടിയ ചത്തു വീണു. എന്താ പറഞ്ഞത്? എൻ്റെ ഇപ്പം അന്നാ കഴിവില്ലാഞ്ഞു. അങ്ങനെയാണെങ്കിൽ വീട് വളഞ്ഞോലൊക്കെ അപ്പം ചത്തു വീണ്ടേ. അത് വേറെ ഫാസ്റ്റ് പാസഞ്ചറായി ഇപ്പം വരുമ്പോൾ ഇമ്മനെ കൊളുത്തി അതൊക്കെ എവിടെ കൊണ്ടുപോയിട്ടു? പഴയ ബോഗിയൊക്കെ പഴയ എഞ്ചിനൊക്കെ ഒലവക്കൂടി കൊണ്ടുപോയിട്ട് ഈസാ നബി എന്തുമനെ വരിക? ഭയങ്കര സൂപ്പർ. അപ്പോൾ കണ്ടാൽ ചത്തു. ഒരു കാഫർ ആ മനുഷ്യനെ കണ്ടാൽ ചത്തു ഫയമൂത്തു, അപ്പ ചത്തു വീഴും. യുദ്ധം ചെയ്യണ്ട. ഈസാ നബിനെ ഒന്ന് കണ്ടാൽ കാഫർ ചത്തു വീഴും. അള്ളാഹുവിനെ നിഷേധിക്കുന്നവൻ. എന്താണ് അതിനർത്ഥം? ഈ ക്രിസ്ത്യാനി മുസ്ലിം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ഞാൻ കാഫർ എന്ന അർത്ഥം വെക്കണം. സത്യനിഷേധി, നേരിൽ നിഷേധിക്കുന്ന ഒരാൾക്കും ഈസാ നബിനെ പിടിച്ചിക്കാൻ കഴിയില്ല. ഈസ വാളെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈസാന്റെ മുന്നിൽ ഒരാൾക്ക് ജീവനോട് കൂടെ ജീവിക്കണമെങ്കിൽ ഓൻ ആരാകണം? സത്യം അംഗീകരിക്കണം. അതിന് മാത്രം കഴിയും. അതേസമയത്ത് 2 മതം അംഗീകരിക്കുന്നുണ്ട്. എന്ത്? വീട് വളഞ്ഞു എന്തോ അല്ലേ പറയാങ്ങായി. ഇത് ഇസ്ലാമും ക്രൈസ്തവതയും 2 അംഗീകരിക്കുന്ന ചരിത്രമാണ്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്?
വീട് വളഞ്ഞു. ഈ കഴിവ് അന്നുണ്ടെങ്കിൽ ഓലൊക്കെ ചത്ത് വീണ്. ഇത് വേറെ ആളാണ് എങ്ങായി. ഇത് എന്തിനാ കിട്ടിയത്? മുത്ത് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനെ ലെവലാക്കാൻ വേണ്ടി, ഖുർആൻ ആയാത്താക്കാൻ വേണ്ടി വരിക. അപ്പൊ കളി നടക്കൂല. ഇത് റസൂലുള്ളാഹിന്റെ പണി എടുക്കണത്. അപ്പൊ ഒരു അർത്ഥമുണ്ട്. ഇജു അവിടേക്ക് എത്തിയ അതിൻ്റെ അപ്പുറം അവിടേക്ക് ഇജു ആവുന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പം നമ്മളാകാൻ തയ്യാറില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നമ്മളാകാൻ തയ്യാറില്ല. തയ്യാറായാൽ റസൂലുള്ളാഹിന്റെ ഉമ്മത്തല്ലേ, എന്താ നമുക്ക് കഴിവ്? ഇൻഷാ അല്ലാഹ് ബാക്കി ഒരു ആമുഖ പറഞ്ഞ് നാളെ വേറെ ആമുഖം, ഈ ആമുഖത്തിൻ്റെ പൂർത്തീകരണം ഇൻഷാ അല്ലാഹ്.